കടൽ കൊള്ളക്കാർ റാഞ്ചി കപ്പൽ വീണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഇന്ത്യൻ നാവികസേനയാണ് റുവാൻ എന്ന കപ്പൽ തിരിച്ചുപിടിച്ചത്. സൊമാലിയൻ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഏറ്റുമുട്ടലിനൊടുവിൽ സാഹസികമായാണ് കപ്പൽ മോചിപ്പിച്ചത്. മനുഷ്യ കവചം ഒരുക്കിയ കടൽ കൊള്ളക്കാരിൽ നിന്ന് യുദ്ധവിമാനത്തിൽ നിന്നും യുദ്ധക്കപ്പലിൽ നിന്നും നടത്തിയ ആക്രമണത്തിലൂടെ കപ്പൽ തിരിച്ചുപിടിക്കുന്ന ദൃശ്യങ്ങൾ ആദ്യം കാണാം. അർജുൻ മട്ടന്നൂർ നൽകും വിവരങ്ങൾ. അർജുൻ, ഏറെ ഭീതിതമായ ദൃശ്യങ്ങൾ, പക്ഷേ ഏറെ അഭിമാനവും തോന്നുന്ന ദൃശ്യങ്ങൾ. ഈ മനുഷ്യ കവചം ഒരുക്കിക്കൊണ്ടായിരുന്നു ഈ സൊമാലിയൻ കടൽ കൊള്ളക്കാർ ഇത്തരത്തിൽ തിരിച്ച് പ്രത്യാക്രമണം നടത്തിയത്. പക്ഷേ കരമാർഗവും വ്യോമമാർഗവും ഒപ്പം ജലമാർഗവും തന്നെ നാവികസേന വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷനാണ് നടത്തിയതെന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും. വിനീത, നാവികസേന അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. 40 മണിക്കൂറിലേറെ നീണ്ട ദൗത്യത്തിനൊടുവിൽ ശനിയാഴ്ച വൈകിട്ടോടു കൂടിയാണ് ഈ റാഞ്ചിയ കപ്പൽ നാവികസേന തിരിച്ചുപിടിച്ചത്. ഇതിൽ 17 ജീവനക്കാരുണ്ടായിരുന്നു. ഈ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷിച്ചു. മാത്രവുമല്ല, ഈ നാവികസേനയുടെ ദൗത്യത്തിനൊടുവിൽ ഈ സൊമാലിയൻ കടൽ കൊള്ളക്കാർക്ക് കീഴടങ്ങേണ്ടി വന്നു. 35 കടൽ കൊള്ളക്കാരാണ് ഒടുവിൽ കീഴടങ്ങേണ്ടി വന്നത്. ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാവികസേന പുറത്തുവിട്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ 14-ാം തീയതിയാണ് ഈ മാൾട്ട ചരക്ക് കപ്പലായ MV റുവാൻ സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയത്. തുടർന്ന് അന്നു മുതൽ തന്നെ ഇന്ത്യൻ നാവികസേനയടക്കം ഈ കപ്പലിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ചയോടെയാണ് ഈ കപ്പൽ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുകയും അതിന് പിന്നാലെ ഈ ദൗത്യം നാവികസേന ആരംഭിക്കുകയും ചെയ്തത്. തുടക്കത്തിൽ തന്നെ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി നാവികസേനയ്ക്ക് നേരിടേണ്ടി വന്നു. അതായത് ഈ റാഞ്ചിയ കപ്പലിന്റെ ഡെക്കിൽ നിന്ന് ഈ കടൽ കൊള്ളക്കാർ നാവികസേനയ്ക്ക് നേരെ വെടിയുതിർത്തു. ഈ മറ്റ് 2 INS സുഭദ്ര, INS കൊൽക്കത്ത എന്നീ കപ്പലുകളിലായിട്ടായിരുന്നു ഈ ദൗത്യം നാവികസേന നടത്തിയത്. ഈ കപ്പലിന് നേരെയും അതോടൊപ്പം ഹെലികോപ്റ്ററിന് നേരെയും വലിയ തോതിലുള്ള വെടിവെപ്പ് ഉണ്ടായി. എന്നാൽ അതിന് പിന്നാലെ കൂടുതൽ നാവികരെ അവിടെ വിന്യസിച്ചും അതോടൊപ്പം തന്നെ ഈ ആളില്ലാ വിമാനങ്ങൾ നിരീക്ഷിക്കാനായി ഏർപ്പെടുത്തിയുമാണ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയത്. ഡ്രോണുകൾ ഉപയോഗിച്ചും ഈ കപ്പൽ നിരീക്ഷിച്ചു. തുടർന്നാണ് ഇത്തരത്തിൽ പ്രത്യേകം പരിശീലനം ലഭിച്ച കമാൻഡോകൾ വിമാനത്തിൽ നിന്ന് ഈ കപ്പലിലേക്ക് പറന്നിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഈ സൊമാലിയൻ കടൽ കൊള്ളക്കാർക്ക് കീഴടങ്ങേണ്ടി വരികയായിരുന്നു. ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ബൾഗേറിയ, അങ്കോള, മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരന്മാരെയാണ് നാവികസേന രക്ഷിച്ചിരിക്കുന്നത്. 17 പേരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. 3 മാസത്തോളമായി ഈ കപ്പൽ നിരീക്ഷിച്ചു വരികയായിരുന്നു. മറ്റു ചില രാജ്യങ്ങളുടെ നാവികസേനാ വിഭാഗവും ഈ കപ്പലിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ നാവികസേനയാണ് ഇതിൽ കൃത്യമായ ഒരു ദൗത്യം തുടങ്ങുകയും 40 മണിക്കൂറിലേറെ സംബന്ധിച്ചിടത്തോളം ഒരു പൊന്തൂവൽ കൂടിയാണ്. ഏറെ ശ്രമകരമായി, സാഹസികമായി തന്നെയാണ് റുവാൻ എന്ന കപ്പൽ മോചിപ്പിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്.